നമസ്കാരം. ഇന്ന് മലയാളത്തിൻ്റെ ക്ലാസിക് ചിത്രമായ ചെമ്മീന് 60 വയസ്സ് തികയുന്ന ദിവസമാണ്. ഇന്നു മുതൽ 60ാമത്തെ യാത്രയാണ് ചെമ്മീൻ. നമ്മൾ ഷഷ്ടിപൂർത്തി എന്നൊക്കെ പറയുന്നത് പോലെ ചെമ്മീൻ 60 വർഷം തികയുകയാണ്. ലോകത്തിൻ്റെ നെറുകയിൽ മലയാളിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന മഹോന്നതമായ ഒരു ചിത്രമാണ് ചെമ്മീൻ. 1965 പ്രസിഡൻ്റ് സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് ഒരു ഇതിഹാസം തീർത്ത അഭ്ര കാവ്യം. ഇത്തരമൊരു ചിന്ത മനസ്സിൽ കോറിയിട്ടപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് അരുൺ തമ്പീഷുമായി ചേർന്നുകൊണ്ട് ഇത് ചെറിയൊരു ആഘോഷം, മറ്റൊന്നുമല്ല, മധുസാറിൻ്റെ വീട്ടിൽ 3:30 ചെമ്മീനിൽ പ്രവർത്തിച്ച കലാകാരന്മാരുടെ മക്കളുമൊത്ത്, അതായത് സത്യൻ്റെ മകൻ ജീവൻ സത്യൻ, സതീഷ് സത്യൻ, കൊട്ടാരക്കരയുടെ മകൾ ശൈലജ, ശോഭ മോഹൻ, തകഴിയുടെ മകൾ വയലാറിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മ, ബാബു സെട്ടിൻ്റെ മകൻ യഹ്യ സെട്ട്, ഇങ്ങനെ ചെമ്മീനിൽ പ്രവർത്തിച്ച കലാകാരൻ്റെ മക്കളുമൊത്തൊക്കെ ഉള്ളൊരു ചെറിയ ഒരു കൂട്ടായ്മ. ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികൾ എഴുതപ്പെട്ട ഈ ചെമ്മീൻ്റെ കാലിക പ്രസക്തി ഇന്നും ചോർന്നു പോയിട്ടില്ല. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും, ഏതാണ്ട് 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പത്തരമാറ്റായിട്ട് തോന്നുന്ന ഒരു മഹത്തായ ചിത്രം. കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള കൺമണി ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ തൻ്റെ ഇടത്തോടുകൂടെ എടുത്ത ഒരു വലിയ തീരുമാനമാണ് ചെമ്മീൻ എന്ന വിജയ ചിത്രത്തിൻ്റെ പ്രസക്തി. മഹാരഥന്മാരായ സംവിധാനത്തിൽ ഏറ്റവും മഹാരഥനായ രാമുകുരായിട്ട് സംവിധാനം ചെയ്തു. തകഴിയുടെ കഥ, നോവലിസ്റ്റിൽ 1-ാം നമ്പറിൽ നിൽക്കുന്ന തകഴി, തിരക്കഥാകൃത്തിൽ ഏറ്റവും ഉന്നതനായി ശോഭിച്ച എസ് എൽ പുരം സദാനന്ദൻ, ഗാനരചനയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വയലാർ രാമവർമ്മ, സംഗീത വിഭാഗത്തിൽ ഏറ്റവും ടോപ്പായി നിന്ന ഇന്ത്യൻ സംഗീതത്തെ വിസ്മയമാക്കി തീർത്ത സലിൻദ എന്ന് വിളിക്കുന്ന സലിൻ ചൗധരി, ഗായകരിൽ ശ്രേഷ്ഠരായ ടോപ്പ് ഗായകനായ മനാഡെ, നമ്മുടെ യേശുദാസ്, ലീലാമ്മ, അതുപോലെ അതിലെ ടെക്നീഷ്യന്മാരാകട്ടെ, ക്യാമറ ചലിപ്പിച്ചത് മാർക്കസ് ബെട്ട്ലി എന്ന് പറയുന്ന വിശ്വവിഖ്യാത ഛായാഗ്രഹൻ, എഡിറ്റർ ഋഷികേഷ് മുഖർജി, ഇങ്ങനെ എല്ലാം കൊണ്ടും അഭിനയിച്ചതാണെങ്കിലോ മഹാനടനായ സത്യൻ മാസ്റ്റർ, മഹാനടനായ കൊട്ടാരക്കര ശ്രീധരൻ നായർ, നടി ഷീല, അടൂർ പങ്കജം, അടൂർ ഭവാനി, മഹാനായ SP പിള്ള, ഇങ്ങനെ എണ്ണമറ്റ് പറഞ്ഞാൽ പറയാനേ. അത് മാത്രമല്ല, അതിൻ്റെ സ്റ്റിൽസ് കൈകാര്യം ചെയ്തതോ ശിവൻ എന്ന് പറയുന്ന അസാധ്യമായ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്, അദ്ദേഹത്തിൻ്റെ മക്കളാണ് സന്തോഷവും സംഗീഷവനൊക്കെ. ഇങ്ങനെ എല്ലാം കൊണ്ടും ഉത്തമമായ ഒരു കലാസൃഷ്ടി ഇന്നത് മാത്രമല്ല, ലോക സിനിമകളിടത്തോളം കാലം പത്തരമാറ്റത്തിൽ നിൽക്കുന്നൊരു മഹത്തായ ചിത്രം. അതാണ് ചെമ്മീൻ. ആ ചെമ്മീനിൻ്റെ 60ാമത്തെ വർഷം ഓർമ്മയിൽ വന്നപ്പോൾ അത്തരമൊരു സംഭവം ചെയ്യാമെന്ന് ആഗ്രഹിച്ചാണ് ഇന്ന് 3:30 മധുസാറിൻ്റെ വീട്ടിൽ ചെറിയ കേക്ക് മുറിച്ചൊരു ചടങ്ങും, വൈകുന്നേരം 6 മണിക്ക് സത്യസ്മാരക ഹാൾ എന്ന് പറയുന്നത്, അതും അതുമായിട്ട് ബന്ധമുള്ള സത്യസ്മാരക ഹാളിൽ വെച്ചുകൊണ്ട് നിലമ്പൂർ ഐഷ, അതായത് ഈ സിനിമയിൽ അഭിനയിച്ച നിലമ്പൂർ ഐഷ, ലതാ രാജു, ഷീലാമ്മ എന്നിവരെ ആദരിക്കുക എന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഷീലാമ്മ അപ്രതീക്ഷിതമായിട്ടൊരു ഹൈദരാബാദ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കായിരുന്നു. അവർ വരുമെന്ന് അറിയിച്ചെങ്കിലും ചില സാങ്കേതിക കാരണം കൊണ്ട് അവർക്ക് വരാൻ കഴിയാത്ത വിഷമം അവർ അറിയിക്കുകയും അടുത്ത് തന്നെ ഓണത്തിന് ശേഷം മധുസാറിൻ്റെ വീട്ടിൽ വന്ന് താൻ ഈ 60ാമത്തെ പിറന്നാൾ മധുരം അദ്ദേഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുമെന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ഇതിലെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാബു സെട്ട് എന്ന് പറയുന്ന കൺമണി ബാബുവിൻ്റെ മകൻ ഈ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് പറയുകയുണ്ടായി. അത് വലിയ ഒരു ജയസോമ എന്ന് പറയുന്ന എസ് എൽ പുരം സദാനത്തിൻ്റെ മകൻ, അതുപോലെ തന്നെ തകഴിയുടെ മകൾ, ബാക്കിയുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കാൻ ഒരു മനസ്സ് കാണിച്ചു എന്നാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നിങ്ങൾക്ക് ദയവായി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ ചോദിക്കാം. അതിനുമുമ്പ് ഇത് ഡയറക്ടർ വിജയകുമാർ സാറാണ്. ഇത് അരുൺ തമ്പീഷൻ എന്ന് പറയുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ്. ഇല്ല, സർക്കാർ തലത്തിൽ ഇതിൽ യാതൊരു വിധ സഹായം ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഭാരത് ഭവനിൽ വയ്ക്കാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അവിടെയും നമുക്ക് അവരെ അനുമതി ലഭ്യമാകാത്ത കാരണമാണ് പ്രൈവറ്റായിട്ട് മറ്റൊരു ഹോളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത്. സർക്കാർ, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ സർക്കാർ തന്നെ ഇത്തരം ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും ചെയ്യണമായിരുന്നു.
അത് അതിൻ്റെ സംസ്കാര മന്ത്രിയും മറ്റുള്ളവരും ഒക്കെ ഇടപെട്ട് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം ചെമ്മീൻ എന്ന് പറയുന്നത് നമുക്ക് താഴേക്കിടയിൽ പോകേണ്ട ഒരു ചിത്രമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നിറകെ മലയാളിക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന മഹത്തായ ചിത്രമാണ്. ഇന്നും ഇന്ത്യയിൽ എല്ലാവരും കണ്ടിട്ടുള്ള ചിത്രമാണ്. അടുത്ത ആർക്കും ചോദിക്കാം. ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ ബാബു സേട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അത് കാര്യം ചെയ്യുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതേക്കുറിച്ചൊരു സംസാരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ആർക്കും ചെമ്മീനായതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ചോദിക്കാനുള്ള, കാരണം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രമാണ്. എല്ലാവരും കണ്ട ഒന്നിലേറെ പ്രാവശ്യം കാണുകയും വിലയിരുത്തുകയും ചെയ്ത ചിത്രമാണ്. നിരൂപകരാൽ ഏറ്റവും അധികം പ്രശംസ പിടിച്ചു വെച്ച ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും മറ്റൊരു ചോദ്യം ഉന്നയിക്കാൻ കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വൈകുന്നേരം 6 മണിക്കുള്ള ചടങ്ങിലേക്ക് വരണമെന്ന് ക്ഷണിച്ചുകൊള്ളു. മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളുടെ 3 പേരുടെ പേരിലും അറിയപ്പെടുന്നത്. വയലാർ വിഷൻ ആൻഡ് നമ്പ്യാർ ബിൽഡേഴ്സ് നിങ്ങളെല്ലാവരെയും ആ ചടങ്ങിലേക്ക് വൈകുന്നേരം 5:30 ശേഷമുള്ള ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.